നമസ്കാരം. ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, ഓരോന്ന് പറഞ്ഞു പരത്താൻ വേണ്ടിയിട്ട്. ഓരോന്ന് പറഞ്ഞു പരത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മതതീവ്രവാദത്തെ കത്തിച്ച് എങ്ങനെയെങ്കിലും ഊതിക്കാച്ചി പുകച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ചില തൽപര കക്ഷികൾ, നമുക്കറിയാം തോക്കുസ്വാമി എന്ന് വിളിപ്പേരുള്ള ഹിമവത് ഭദ്രാനന്ദ, ഇപ്പൊ ഭദ്രാനന്ദ, പുള്ളിയുടെ പുതിയൊരു പ്രചരണമുണ്ട്. ഇവിടെ മുസ്ലിം ലീഗുകാരല്ല ഏതാണ്ട് വലിയ തെറ്റ് ചെയ്തവരാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രചാരണം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാവും, ഇവിടെ വലിയൊരു മതതീവ്രവാദം പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു നെറികെട്ട തരംതാണ ഒരു വർഗീയ പ്രസംഗം, നെറികെട്ട വർഗീയത. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി നിലനിന്ന് പോരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അത് ഇടതിൻ്റെയും വലതിൻ്റെയും ഭാഗമായി ഇപ്പൊ ഏറെക്കാലമായി വലതിൻ്റെ UDF-ന്റെ ഭാഗമായി തന്നെ നിന്ന് പോരുകയാണ്. ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരു ലെവലിൽ പോലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ മതവിദ്വേഷം പടർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല തന്നെ. അതിൽ യാഥാർത്ഥ്യമുണ്ട്. ഹിമവത് ഭദ്രാനന്ദ പറയുന്നത് അടുത്ത വട്ടം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നില്ല എങ്കിൽ പകരം അധികാരത്തിൽ വരാൻ പോകുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും. സ്വാഭാവികമാണ്. പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നില്ല എങ്കിൽ തീർച്ചയായും UDF അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. അതാണ് കേരളത്തിന്റെ കഴിഞ്ഞ കുറെ കാലങ്ങളായുള്ള ചരിത്രം, അല്ലെ കേരളത്തിന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. ഇടതും വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. ഒരു മൂന്നാം മുന്നണിക്ക് നമ്മൾ ഇവിടെ ഒരു സാധ്യത തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാർ അധികാരത്തിൽ വന്നില്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വരും. അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി UDF-ന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗും അധികാരത്തിൽ കയറും. ഈ മുസ്ലിം ലീഗ് അധികാരത്തിൽ കയറുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഭദ്രാനന്ദയുടെ വാക്കുകൾ. അതായത് ഈ മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്ന കൊടി പാകിസ്ഥാന്റെ കൊടി, പാകിസ്ഥാന്റെ നിറം, പാകിസ്ഥാന്റെ ഐഡിയോളജി, അവിടെയാണ് പ്രശ്നം. കൊടിയുടെ കാര്യം വിട്ടുള്ളൂ, ആ കൊടിയെ കോൺഗ്രസ്സുകാർക്ക് വരെ പേടിയാണ്, രാഹുൽ ഗാന്ധിക്ക് വരെ പേടിയാണ് എന്നുള്ള കാര്യം നമ്മൾ വയനാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ഉപതെരഞ്ഞെടുപ്പിലും കണ്ടതാണ്, വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. ആ കൊടിയെ രാഹുൽ ഗാന്ധിക്കും പേടിയാണ്. കാര്യം ഇവരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണയുണ്ട്. കാര്യം മുസ്ലിം ലീഗിന്റെ കൊടി എന്ന് പറഞ്ഞാൽ ഏതോ പാകിസ്ഥാന്റെ അതേ കൊടി എടുത്ത് ഇവിടെ കൊണ്ട് പറിച്ചു നട്ടിരിക്കുകയാണ് എന്നുള്ള ധാരണയിലാണ് അവരിയ്ക്കുന്നത്. എന്നിട്ട് ഐഡിയോളജി, അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. പാകിസ്ഥാന്റെ എന്ത് ഐഡിയോളജിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന പിന്തുടരുന്നതെന്ന് ഈ ഭദ്രാനന്ദ പറയണം. അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പാകിസ്ഥാന്റെ എന്ത് ഐഡിയോളജിയാണ് സത്യത്തിൽ മുസ്ലിം ലീഗിനുള്ളത്? അങ്ങനെ ഒരു ഐഡിയോളജിയും ഇവിടെ ഏത് ഘട്ടത്തിലാണ് ഇവിടെ മുസ്ലിം ലീഗ് ഒരു മത പരിവർത്തനത്തിനോ അതും അല്ലെങ്കിൽ ഒരു മത തീവ്രവാദത്തിനോ ഒരു വഴിമരുന്നിട്ടത്? അങ്ങനെ ഒരു തരത്തിൽ പോലും ഇവിടെ നമുക്കറിയാം, സാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ PMA സലാം ആണെങ്കിലും ഇവരാരും തന്നെ അങ്ങനെ ഒരു മത തീവ്രവാദത്തിന് വേണ്ടിയിട്ട് ഇവിടെ പരിശ്രമിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരിടത്തും തെളിവുകളില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിയില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം ഭദ്രാനന്ദ പറഞ്ഞത് എന്ന് ഭദ്രാനന്ദ വ്യക്തമാക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ ഒഴിവാക്കി നിർത്താം. ഒഴിവാക്കി നിർത്തുന്നതിലൂടെ കേരളത്തിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും, ഈ തീവ്രവാദത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഐഡിയോളജിയിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് എന്താ? പിണറായി വിജയൻ അതീവ രഹസ്യമായി ഹിന്ദു വിശ്വാസിയും വലിയ ഭക്തനുമാണ് എന്ന് പറയുന്നു. പിണറായി വിജയൻ കേൾക്കണ്ട. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു വലിയ ഹിന്ദു വിശ്വാസിയാണത്രേ, വലിയൊരു ഭക്തനാണ് എന്ന് പറയും. ഏതൊരു മനുഷ്യനും ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് വെച്ചാൽ ആ മതത്തോട് ചെറിയ വിശ്വാസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും ഒരു ഭക്തി ഉണ്ടാവും, സ്വാഭാവികം. അത് പിണറായി വിജയൻ പിന്തുടരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞു വരുത്തുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഹിന്ദുസ്ഥാൻ എന്ന വികാരം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ, അതായത് ഹിന്ദുക്കളുടെ ഹിന്ദു ഐഡിയോളജി ജനങ്ങളിലേക്ക് എത്തണം എന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത് പച്ചയായ ഹിന്ദു വർഗീയത തന്നെയാണ്. നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു വികാരത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടത് എന്താണ്? ഈ നമ്മുടെ ഹിന്ദുക്കളുടെ ഐഡിയോളജി ജനങ്ങളിലേക്ക് എത്തിക്കണം. ജിഹാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ അകറ്റി നിർത്തണം, എങ്കിൽ മാത്രമേ ജിഹാദികളെ അകറ്റി നിർത്താൻ കഴിയൂ. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നത് നല്ല കാര്യം തന്നെ ആയിരിക്കും. കാര്യം ഒരു വികസന തുടർച്ച എന്ന് പറയുന്ന ഒരു കാര്യം കേരളത്തിൽ സാധ്യമാണെങ്കിൽ അവർ തന്നെ വരണം. അല്ലാതെ പണ്ടെങ്കോ ഒരു കാര്യം ആലോചിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ചില കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഞങ്ങൾ പണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചത് ആണ് എന്ന് പറയുന്ന ഒരു സാധനം.
ഈ പറയുന്ന വിമാനം കണ്ടെത്തിയത് പിന്നെ റൈറ്റ് സഹോദരന്മാരല്ല, പകരം വേദവ്യാസനാണ് എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഒരു കണ്ടെത്തലുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അല്ല, ഹിന്ദു പുരാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഇവിടെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വികസന മുരടിപ്പുണ്ടാവും. ആ കൃത്യമായി ഒരു ഇത് പിന്നെ ഇവിടെ നമുക്കറിയാം ലൈഫ് മിഷൻ പദ്ധതി ഇവിടെ നിർത്തലാക്കും, സാധാരണക്കാർക്ക് ഇനി വീടില്ല എന്ന് പറഞ്ഞ ഒരു മുൻ പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്, MM ഹസൻ പറഞ്ഞതാണ്. ഇതൊക്കെ അഴിമതി കമ്പനികളാണ്, അതുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ വേണ്ടെന്ന് വെക്കും എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നടപ്പിലാവണമെങ്കിലും സാധാരണക്കാരിലേക്ക് വീടുകൾ എത്തണമെങ്കിലും ഒക്കെ ഇടതുപക്ഷം തുടർന്ന് വന്നേ പറ്റുള്ളൂ. പക്ഷേ അതിനിങ്ങനെ ഒരു മുഖം അല്ലെങ്കിൽ അതിനിങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാകില്ല എന്ന് മാത്രം. അതായത് ഭദ്രാനന്ദ പറയുന്ന പോലെ, തോക്കുസ്വാമി ആയിരുന്ന ഭദ്രാനന്ദ പറയുന്ന പോലെ അതിന് മുസ്ലിം ലീഗിനെ അകറ്റി നിർത്തണം എന്നൊരു അർത്ഥമില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു ഇസ്ലാമിക് പാർട്ടിയാണ്. പക്ഷെ അത് ഒരു മതേതരത്വ ഭാവത്തോടു കൂടിയുള്ള ഒരു പാർട്ടിയാണ്. നമുക്കറിയാം അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് പോലും അവരോധിക്കപ്പെട്ട ഒരു ദളിത് സ്ത്രീയാണ് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ ഒരു ജിഹാദ് വൽക്കരണം നടക്കാനാണെങ്കിൽ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിന് ഇവിടെ ജിഹാദ് നടത്താം. കേരളത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. മുസ്ലിം ലീഗിന് കുഞ്ഞാലിക്കുട്ടി അടക്കം മന്ത്രിയായിട്ടിരുന്ന എത്രയോ കാലഘട്ടം, അബ്ദുറബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിട്ടിരുന്ന എത്രയോ കാലം ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലമുണ്ട്. അന്നൊക്കെ എന്തുകൊണ്ട് ജിഹാദ് നടന്നില്ല? അന്നും ജിഹാദിനുള്ള സാധ്യതയുണ്ടല്ലോ. കാര്യം ഇവർ ജിഹാദികളാണെന്നല്ലേ ഭദ്രാനന്ദ പറയുന്നത്. എന്തുകൊണ്ട് നടന്നില്ല? അന്ന് ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പാലാരിവട്ടം പാലം പൊളിഞ്ഞു വീണതാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരായി ഉണ്ടായിരുന്നത് മറ്റേ ഒരു സ്ത്രീ ഐസ്ക്രീം പാർലർ കേസുമാണ്. അപ്പൊ ഇങ്ങനെ കുറെ കേസുകൾ മാത്രമല്ലാതെ ഇവർക്കെതിരായി ജിഹാദുമായി ബന്ധപ്പെട്ട എന്ത് കേസുകളാണ് ഇതിനു മുൻപ് കേരളത്തിൽ ഭരിച്ചിരുന്ന സമയത്ത് ലീഗിനെതിരായി ഉണ്ടായിട്ടുള്ളതെന്നും ഭദ്രാനന്ദ വെളിപ്പെടുത്തണം. അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും, നല്ല കാര്യം തന്നെയാണ്, ഇപ്പോഴും നമ്മൾ പറയുന്ന കാര്യം. പക്ഷെ ഇങ്ങനെ ഒരു നരേറ്റീവ് ഒട്ടും മതേതരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, മതേതരത്വത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന കേരള സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞത് വളരെ വളരെ മോശമായ ഒരു കാര്യമായി.